നമസ്കാരം സുഹൃത്തുക്കളെ. മലയാളത്തിലെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളുടെ കൾട്ടാണ് CBI സീരീസിലെ ചിത്രങ്ങൾ. സേതുരാമയ്യർ CBI-യോളം ആഘോഷിക്കപ്പെട്ട ഒരു കുറ്റാന്വേഷകൻ മലയാളത്തിൽ ഉണ്ടാകില്ല. SN സ്വാമിയുടെ രചനയിൽ K മധു സംവിധാനം ചെയ്ത CBI സീരീസിലെ എല്ലാ ചിത്രങ്ങളും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവസാനം ഇറങ്ങിയ CBI 5 ദ ബ്രെയിൻ തിയേറ്ററിൽ 8 നില പൊട്ടിയ സിനിമയാണ്. വമ്പൻ താരനിര അണിനിരുന്ന ചിത്രത്തിൽ സുദേവ് നായരും ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. മമ്മൂട്ടിയെ കുറിച്ച് സംസാരിക്കുകയാണ് സുദേവ് നായർ. വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയെ സേതുരാമയ്യർ വേഷത്തിൽ കണ്ടപ്പോൾ തനിക്ക് വ്യത്യാസമൊന്നും തോന്നിയില്ലെന്ന് പറയുകയാണ് സുദേവ് നായർ. ലോകത്ത് ഇങ്ങനൊരു കഥാപാത്രം വേറെ ഇല്ലെന്നും തുടർഭാഗങ്ങളുള്ള ചിത്രങ്ങൾക്ക് സാധാരണ അഭിനേതാക്കൾ മാറിക്കൊണ്ടിരിക്കുമെന്നും സുദേവ് നായർ പറഞ്ഞു. ഒരു ഓൺലൈൻ മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു താരം. കുറെ കാലത്തിന് ശേഷം സേതുരാമയ്യരെ വീണ്ടും മുന്നിൽ കണ്ടപ്പോൾ എനിക്ക് സെയിം ആയിട്ടാണ് തോന്നിയത്. ഒരു മാറ്റവും ഇല്ലാത്ത പോലെ. എനിക്ക് തോന്നുന്നത് ലോകത്ത് ഇങ്ങനൊരു കഥാപാത്രം ഇല്ല എന്നാണ്. ഒരുപാട് സീക്വൽസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ജെയിംസ് ബോണ്ട് ഒക്കെ കാണുമ്പോൾ അതിലെ അഭിനേതാക്കൾ മാറിക്കൊണ്ടിരിക്കും. കഥാപാത്രത്തിന്റെ പ്രായം സെയിം ആയിരിക്കും. മമ്മൂക്കയാണെങ്കിൽ 40 വർഷമായിട്ട് പ്രായമേ മാറിയിട്ടില്ല. ആ കഥാപാത്രവും പ്രായവും ഇന്നും ഒരുപോലെയാണ്. മമ്മൂക്ക നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ശ്രദ്ധിക്കും. മമ്മൂക്കയുടെ സ്കിൻ എങ്ങനെയാണ് ഇപ്പോഴും ഇങ്ങനെ ഗ്ലോ ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കും. ലിപ്സ് ഒക്കെ എങ്ങനെ പിങ്ക് ആയിട്ടിരിക്കുന്നു. എന്റെ ലിപ്സ് പോലും അങ്ങനെ പിങ്ക് അല്ല. എന്താണ് ഇതിന്റെ രഹസ്യമെന്നൊക്കെ ഞാൻ ആലോചിക്കും. സത്യത്തിൽ അദ്ദേഹം നന്നായി ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. ഭക്ഷണമൊക്കെ നന്നായി സൂക്ഷിച്ച് കഴിച്ച് ബോഡി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ കാണുന്നത്, സുദേവ് നായർ പറഞ്ഞു. മമ്മൂട്ടി നായകനായ മികച്ച സിനിമകളാണ് 1999 പുറത്തിറങ്ങിയ ഇൻസ്പെക്ടർ ബൽറാമും 1984 പുറത്തിറങ്ങിയ അതിരാത്രവും. ഈ ചിത്രങ്ങളോ ക്ലോസ് ഓവറായി 2006 എത്തിയ സിനിമയാണ് ബൽറാം വേഴ്സസ് താരാദാസ്. പോലീസ് ഓഫീസറായ ബൽറാമായും അധോലോക നായകനായ താരാദാസായും ഇരട്ട വേഷത്തിലാണ് ഈ സിനിമയിൽ മമ്മൂട്ടി എത്തിയത്. T ദാമോദരനും SN സ്വാമിയും ചേർന്ന് തിരക്കഥ എഴുതി IV ശശിയായിരുന്നു ബൽറാം വേഴ്സസ് താരദാസ് സംവിധാനം ചെയ്തത്. മമ്മൂട്ടിക്ക് പുറമെ കത്രീന കൈഫും മുകേഷ്, സിദ്ദിഖ് എന്നിവരും ചിത്രത്തിൽ ഒന്നിച്ചിരുന്നു. ബോളിവുഡ് നടി കത്രീന കൈഫിന്റെ ഒരേ ഒരു മലയാള ചിത്രമാണിത്. ഇപ്പോൾ ബൽറാം വേഴ്സസ് താരാദാസിനെ കുറിച്ച് സംസാരിക്കുകയാണ് തിരക്കഥാകൃത്തായ SN സ്വാമി. മോഹൻലാൽ നായകനായ സാഗറയിലെ ഷാക്കി പോലെ തല്ലിക്കൂട്ടിയ സിനിമയാണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത്. T ദാമോദരനും മമ്മൂട്ടിയും പറഞ്ഞിട്ടാണ് ഇതിൽ സഹകരിച്ചതെന്ന് SN സ്വാമി കൂട്ടിച്ചേർത്തു. ഒരു ഓൺലൈൻ മാധ്യമത്തിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാഗറയിലെ ജാക്കി പോലെ തല്ലിക്കൂട്ടിയ സിനിമയാണ് ഇത്. അന്ന് മാഷും മമ്മൂട്ടിയും പറഞ്ഞിട്ടാണ് ഞാൻ അതിൽ സഹകരിച്ചത്. അതിൽ അഭിനയിക്കുന്നത് ഒരാളാണല്ലോ, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാനും മാഷുമായി നല്ല ബന്ധമാണ്. അത് കാരണം വളരെ ഫ്രാങ്ക് ആയിട്ട് കഥയെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ പറ്റിയിരുന്നു. ആ സിനിമയുടെ കഥ എഴുതുമ്പോൾ പ്രയാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാനും മാഷുമായി ഈഗോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അദ്ദേഹം അത് മനസ്സിലാക്കും. അദ്ദേഹം പറഞ്ഞാൽ ഞാനും അത് മനസ്സിലാക്കുമായിരുന്നു. അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, SN സ്വാമി പറഞ്ഞു.